രാഹുൽ ഗാന്ധി വീണ്ടും വോട്ട് മോഷണ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇതോടുകൂടെ ബി.ജെ.പി അടിപതറിയിരിക്കുമല്ലേ? തീർച്ചയായും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുകയും കർണാടകയിലും മഹാരാഷ്ട്രയിലും അലന്ത് മണ്ഡലത്തിലും അതോടൊപ്പം രജൌരി മണ്ഡലത്തിലും നടത്തിയ വോട്ട് വെട്ടിപ്പിന്റെ തെളിവ് സഹിതം പവർ പോയിന്റ് പ്രസന്റേഷൻ സഹിതം ഡൽഹിയിൽ AICCയുടെ പുതിയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ഇതിൽ അലന്ത് മണ്ഡലത്തിൽ 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6018 കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. രജൌരി മണ്ഡലത്തിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായി പറഞ്ഞത്, ഇത് ഹൈഡ്രജൻ ബോംബല്ല, നിങ്ങൾക്ക് കുറച്ച് ദിവസം ചർച്ച ചെയ്യാനുള്ള സാധനം മാത്രമാണ് ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നതെന്നാണ്. അതായത് ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ സന്ദേശം രാഹുൽ ഗാന്ധി വാർത്താ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഇതാദ്യമായിട്ടല്ല രാജ്യത്തെ വോട്ട് കൊള്ളയെക്കുറിച്ച്, വോട്ട് മോഷണത്തെക്കുറിച്ച് രാജ്യത്തെ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞു വെക്കുന്നത്. നേരത്തെ തന്നെ കർണാടകയിലും അതോടൊപ്പം തന്നെ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും എല്ലാം നടന്ന വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു. രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടതിന്റെ ചുവട് പിടിച്ച് ബീഹാറിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭവുമായി അദ്ദേഹം കടന്നു വരികയും ചെയ്തു. ഈ വോട്ട് മോഷണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ മൗനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കള്ളത്തരം അത് സർക്കാരിനെ കൂട്ടുപിടിച്ച് സംഘപരിവാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിട്ടപ്പോൾ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മൗനമായിരുന്നു. കാരണം ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ അവർ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ വോട്ടർ അധികാർ യാത്രയുമായി കടന്നു വന്നത്. ഈ വോട്ടർ അധികാർ യാത്ര ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് കാർഷിക ഭൂമിയായ ബീഹാറിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് വലിയ ജന പിന്തുണ ലഭിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് രാഹുൽ ഗാന്ധി ഇനിയും വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര സർക്കാരിന്റെ കളവുമായി ബന്ധപ്പെട്ട്, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് പറയുകയും രാജ്യം ഞെട്ടുന്ന ഹൈഡ്രജൻ ബോംബ് പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും കൃത്യമായി ഉന്നമിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എണ്ണയിട്ട യന്ത്രം കണക്കെ രാജ്യത്തിന്റെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഓരോ മണ്ഡലത്തിലെ ഇത്ര എണ്ണം വോട്ടുകൾ തള്ളിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ കണക്ക് സഹിതം രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അലന്ത് മണ്ഡലത്തിൽ വോട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ പരാതിക്കാരെയും തന്റെ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി. ഇത്തരത്തിൽ മുഴുവൻ തെളിവുകളും ശേഖരിച്ചാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നത്. എന്നാൽ ഈ തെളിവുകളെല്ലാം പുറത്തുവിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരം പറയാൻ, അല്ലെങ്കിൽ ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയ്ക്കകത്ത് മറുപടി പറയാൻ, ലോക്സഭയ്ക്ക് പുറത്തോ മറുപടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്രമന്ത്രി അമിത്ഷായോ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയോ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടിയില്ല. അദ്ദേഹം അഴകുഴമ്പൻ മറുപടി പറഞ്ഞ് പിന്നോട്ട് പോവുകയാണ്. വാരണാസി മണ്ഡലത്തിൽ നരേന്ദ്രമോദി ജയിച്ചത് കള്ള വോട്ടിലൂടെയാണ്, കൃത്രിമ വോട്ടിലൂടെയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജയ് റായ് ഇത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുകയാണ്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. വാരണാസി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പുരോഗമിച്ച സാഹചര്യത്തിൽ ആദ്യ 11 മണി വരെ വാരണാസി മണ്ഡലത്തിൽ മുന്നിട്ട് നിന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് റായ് ആയിരുന്നു. അതിനുശേഷമാണ് BJP അവിടെ മുന്നിലേക്ക് എത്തുന്നത്. അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ പല കോണുകളിൽ നിന്നും ആളുകൾ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി വെറും ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം തെളിവുകൾ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിലെ വോട്ടുകൾ മാറ്റുന്നത്, അത് കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വെട്ടിമാറ്റാൻ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി BJP കൃത്യമായ നീക്കം നടത്തുന്നുണ്ട്. അടുത്തത് ബീഹാർ തെരഞ്ഞെടുപ്പാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ബീഹാറിലടക്കം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്താൻ BJP അരയും തലയും മുറുക്കി തന്നെ രംഗത്തുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം രാജ്യം ഒന്നടങ്കം ഏറ്റെടുക്കാൻ പോവുകയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതായത് ജനങ്ങൾക്കിടയിൽ വലിയ ക്യാമ്പയിനുകളുമായി BJPക്കെതിരെ, വോട്ട് മോഷണത്തിനെതിരെ, വോട്ട് കൊള്ളയ്ക്കെതിരെ വലിയ ക്യാമ്പയിനുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏത് തരത്തിലാണ് രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ BJP ശ്രമം നടത്തുന്നത്, അല്ലെങ്കിൽ ശ്രമിച്ചത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ജനങ്ങളോട് പറയാനാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ തീരുമാനം. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പദയാത്രകൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ രാജ്യത്താകമാനം രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ കോൺഗ്രസ് മുഴുവൻ സംസ്ഥാനങ്ങളിലും, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ പ്രദേശങ്ങളിലും
പ്രാദേശികമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും എല്ലാം ദേശീയ, സംസ്ഥാന, ജില്ലാ, പ്രാദേശിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന വലിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനകത്ത് കൃത്രിമം നടന്നുവെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇതുവരെ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ വോട്ട് കൊള്ള രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു മൗന സമ്മതമായി നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും. പല പ്രദേശങ്ങളിലും BJP ജയിച്ചു വന്നത്, കോൺഗ്രസ് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ BJP ജയിച്ചു വന്ന ഇത്തരത്തിൽ വ്യാജ വോട്ടിലൂടെയാണ്, വോട്ട് മോഷണത്തിലൂടെയാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ തെളിവുകളെല്ലാം കോൺഗ്രസ് പുറത്തുവിടുന്നു. വരാനിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വസന്തകാലമാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. എല്ലാ തെളിവുകളും കോൺഗ്രസ് വീണ്ടും പുറത്തുവിടാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക്, ഹൈഡ്രജൻ ബോംബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിൽ തന്നെ പതിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിറന്നാൾ ദിനത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ആണ് നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചെറുതായി നൽകിയത്. വരാനിരിക്കുന്നത് വലിയ ഹൈഡ്രജൻ ബോംബാണ്. രാജ്യം വിറയ്ക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിറയ്ക്കുന്ന ഹൈഡ്രജൻ ബോംബ് ജനങ്ങൾക്ക് മുമ്പാകെ രാഹുൽ ഗാന്ധി പടച്ചുവിടും. അന്ന് ജനങ്ങൾക്ക് മുമ്പാകെ ഈ ബോംബുമായി രാഹുൽ ഗാന്ധി വരുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ രാജ്യത്തിൻ്റെ ഭരണപക്ഷവും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉഴലുന്ന കാഴ്ച രാജ്യം കാണാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് മോഷണം നടന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത്? ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കളിപ്പാവയായി, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കയ്യിലെ, നരേന്ദ്രമോദിയുടെ കയ്യിലെ കളിപ്പാവയായി അധപ്പതിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ ലംഘിക്കുന്ന തരത്തിൽ വോട്ട് അട്ടിമറി, ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന തുല്യമാണ്. അത്തരം നീക്കവുമായി സംഘപരിവാറും BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയുമല്ല ആരൊക്കെ മുന്നോട്ട് പോയാലും അതിനെ ചെറുക്കാൻ, പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും പടയണി തീർക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തെരുവിലുണ്ടാകും. കോൺഗ്രസിൻ്റെ പോരാട്ടം വെറുതെയാവില്ല. കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ആത്മാവ് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഫാസിസത്തിൻ്റെ നീരാളി കൈകളിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന രാഹുൽ ഗാന്ധി വീണ്ടും ഈ രാജ്യത്തെ ജനാധിപത്യം തിരിച്ചു പിടിക്കാനുള്ള, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ, അസ്തമിച്ചു പോയ ജനാധിപത്യത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ആ പോരാട്ടത്തിന് രാജ്യത്തെ മുഴുവൻ സംഘപരിവാർ അനുകൂലികളല്ലാത്ത മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് രാജ്യത്തിൻ്റെ ജനാധിപത്യം തിരിച്ചു പിടിക്കണം. നാം എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം, നാം ഏത് വസ്ത്രം ധരിക്കണം എന്നൊരു ഭരണകൂടം തീരുമാനിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടന അത്തരമൊരു ഭരണഘടനയല്ല രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത്. ആ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി ആരോട് സംസാരിക്കണമെന്നും എന്ത് സംസാരിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും എപ്പോൾ കഴിക്കണമെന്നും ഒരു ഭരണകൂടം തീരുമാനിക്കുമ്പോൾ ആ ഭരണകൂടത്തോട് സന്ധി ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന ഏക പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. പൊട്ടക്കിണറ്റിലെ പുറംലോകം കാണാത്ത പോക്കാച്ചിത്തവളകളായ ഈർക്കലി സംഘടനകൾക്കൊന്നും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായ പോരാട്ടവുമായി രംഗത്ത് വരുമ്പോൾ ആ പോരാട്ടത്തിനകത്ത് ഈ രാജ്യത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.